കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ പാല് കുടിച്ചോടൻ അർജുന്റെ ജീവൻ പോയിരിക്കും. മോളെ ഭവാനി, വാ മോളെ. ആദ്യം പാല് പയ്യന്റെ കൈ കൊടുക്കണം. അവൻ കുടിച്ചതിന്റെ ബാക്കി പകുതിയാ നീ കുടിക്കേണ്ടത്. ഒരുപക്ഷെ പയ്യൻ പെണ്ണിനോടുക്കാതെ മുഴുവൻ കുടിച്ചാ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിച്ചാ പയ്യനെ വിട്ടിട്ട് പെണ്ണിങ് ഇറങ്ങി വരണം. അർജുൻ പാല് കുടിച്ച് മരിക്കുന്നത് എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണണം. കൗസല്യ, ഭവാനി അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. റൂമിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ട്. ഓ, അതൊന്നും പറയണ്ട ചേച്ചി, അവർക്ക് അതൊക്കെ അറിയാം. നീ വിളിച്ചോണ്ടാക്കും മോളെ. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ.
ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലാത്തതുപോലെ ഇപ്പൊ എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇയാൾക്കെന്താ ഇത്ര നാണം? എന്താന്നറിയില്ല. എന്തുപറ്റി? അറിയില്ല. നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്കെന്താ തോന്നുന്നറിയോ? എന്താ തോന്നുന്നത്? എന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ച് അതിങ്ങനെ എന്റെ മുന്നിൽ നിന്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ കൊണ്ടുവന്ന പാല് നമ്മള് രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിക്കണമെന്നാ എല്ലാവരും പറഞ്ഞത്. ഈ പാല് കുടിച്ചിട്ട് നമ്മുടെ ജീവിതം അങ്ങ് ആരംഭിച്ചാലോ? നീ കുടിച്ചിട്ട് എനിക്ക് താ. ആദ്യം നീയാ കുടിക്കേണ്ടത്. ഹസ്ബൻഡിനോടുള്ള റെസ്പെക്റ്റ് ആണോ? മുതിർന്നവർ പറയുന്ന കോൺസെപ്റ്റ്സ്. ശരി, ആചാരങ്ങളൊന്നും അങ്ങനെ തെറ്റിക്കണ്ട. ഞാൻ തന്നെ ആദ്യം കുടിച്ചോളാം. അതുമല്ല, മേഡം പറഞ്ഞാ പിന്നെ അതിന് മറുവാക്കില്ലല്ലോ. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം. അർജുൻ, എനിക്കും കുറച്ച് തരണം കേട്ടോ. എന്റെ ജീവിതം തന്നെ നിനക്കുള്ളതല്ലേ? അങ്ങനെയുള്ളപ്പോ ഇത് ഞാൻ മറക്കും. ആ പാലിലുള്ളത് സാധാരണ വിഷമല്ല. കൊടിയ വിഷവാ. നീ കുടിച്ചിട്ട് ഭവാനിക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ജീവൻ പോയിരിക്കും. എന്താ ഈ സമയത്ത് കറണ്ട് പോയത്? ഇയാൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ക്യാൻഡിൽ ഇരിപ്പുണ്ട്, പോയി എടുത്തിട്ട് വാ. അർജുൻ, ഇവിടെ ക്യാൻഡില്. അർജുൻ, അർജുൻ, അർജുൻ! എന്തൊരു ഭവാനി, എന്താ കാര്യം പറഞ്ഞേ? എന്താ? പാമ്പ്?
അമ്മേ, നാഗദേവതേ, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടിട്ടാ വന്നത്. അമ്മേ, അമ്മേ നാഗദേവതേ, എന്റെ ഭർത്താവിനെ വധിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു ന്യായവും ഇല്ല അമ്മേ. ഞാനിവിടെ വന്നത് നിന്റെ ന്യായധർമ്മം കേൾക്കാൻ വേണ്ടിട്ടല്ല, എന്റെ ശബ്ദത്തെ നിറവേറ്റാൻ വേണ്ടിട്ടാ വന്നത്. നിന്റെ ഭർത്താവിനെ കൊല്ലാതെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പുറ്റിലെ മണ്ണ് അവന്റെ നെറ്റിയിൽ വെച്ച് അവനെ രക്ഷിക്കാന്ന് നീ കരുതിയോ? ഇപ്പൊ ആ പൊട്ട് മാഞ്ഞിരിക്കുകയാണ്. ഇനി നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഞാൻ നിന്നെ കൊല്ലാതെ വെറുതെ വിടില്ല. ആര് വിചാരിച്ചാലും നീ ഇനി രക്ഷപ്പെടില്ല. അമ്മേ, അമ്മേ നാഗദേവതേ, അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അമ്മേ, നീ തന്ന ഈ താലി നീ തന്നെ തിരിച്ചെടുക്കുന്നത് ശരിയാണോ? നിന്റെ താലി നഷ്ടപ്പെടാതെ നോക്കി എന്റെ കഴുത്തിൽ താലി വീഴാതെ നോക്കണോ? അമ്മേ, അമ്മ ദേവതയാണെങ്കിൽ പോലും ഒരു സ്ത്രീയല്ലേ അമ്മേ? വിവാഹം കഴിഞ്ഞ ഒരുവേളെ വിധവയാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ന്യായമായിട്ടുള്ള കാര്യമല്ല അമ്മേ. നീ അവിടെ നിന്ന് എന്നെ ആശീർവദിച്ച കാര്യമൊക്കെ മറന്നു പോയോ അമ്മേ? നിന്നെ ഞാൻ ആശീർവദിച്ചെന്ന് വെച്ച് എന്റെ പ്രണയം ഞാൻ മറക്കണോ? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മേ. പക്ഷെ എന്റെ ഭർത്താവിനെ വധിച്ച ശേഷം എന്നെ വിധവയാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ന്യായമല്ല അമ്മേ. നീ എന്തു പറഞ്ഞാലും ശരി, അത് കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. കേൾക്കാനും പോകുന്നില്ല. മര്യാദയ്ക്ക് മാറി നിൽക്ക. അമ്മേ, ഇല്ലമ്മേ, ഞാൻ മാറില്ല. എന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യം അമ്മ വന്ന് എന്നെ കൊല്ല്. നിന്റെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രം നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയില്ല. മര്യാദയ്ക്ക് മാറി നിൽക്ക. ഇല്ലമ്മേ, ഞാൻ മാറില്ല. ഭവാനി, അമ്മേ, നാഗദേവതേ, ഭവാനി, 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 അമ്മേ, നാഗദേവതേ, ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്ന് നാഗമാണിക്ക് എടുത്തത് തെറ്റ് തന്നെയാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു തവണ കേട്ടൂടെ? നീ ഇനി രക്ഷപ്പെടില്ല. അമ്മേ, അതല്ല അമ്മേ, ദേവിയത് ഞാൻ പറയണമെന്ന് കേക്കമ്മേ. അമ്മേ, 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 നാഗദേവതേ, അമ്മേ, അമ്മേ, ഞാനൊന്ന് പറയട്ടെ അമ്മേ. അർജുൻ, 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 ഭവാനി, വരണ്ട. ഭവാനി, നോക്ക്. അമ്മേ, എന്റെ അർജുനെ വിട്ടേക്ക്. അമ്മേ, വേണ്ടമ്മേ, എന്റെ അർജുൻ ഒന്നും ചെയ്യില്ല. അർജുൻ, 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 നാഗമാതാവേ, അർജുൻ, അർജുൻ വാ. എന്താ മോളെ, എന്ത് പറ്റി ഭവാനി? അത് മുത്തശ്ശി, നാഗമാതാവ്. അയ്യോ, പാമ്പ്. മമ്മി നാഗദേവതേ, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കേണ്ട നീ
ഇങ്ങനെ പക പോക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് പറയും. എന്റെ കൊച്ചുമോനെ ഒന്നും ചെയ്യരുതേ. നമ്മുടെ കുലദൈവമായ നീ തന്നെ ഞങ്ങളെ രക്ഷിക്കുന്നതിന് പകരം എന്റെ അനുജത്തിയോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ന്യായമാണോ? എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച നീ, നിന്റെ ഭക്തയായ ഭവാനിയുടെ ഭർത്താവിനെ നീ തന്നെയാ രക്ഷിക്കേണ്ടത് അമ്മേ. ശാന്തയാകൂ അമ്മേ. എന്റെ കുട്ടി ചെയ്ത അപരാധം പൊറുക്കണേ അമ്മേ. എന്റെ മോന് യാതൊരുവിധ ആപത്തും വരുത്തരുതേ അമ്മേ. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നതല്ല. അർജുനെ കൊല്ലാതെ ഞാൻ വെറുതെ വിടില്ല. അവിടുത്തെ ശബ്ദം നിറവേറ്റാൻ വേണ്ടി എന്തിനാ എന്റെ കൊച്ചുമോനെ കൊല്ലാൻ നോക്കുന്നത്? പകരം എന്നെ തന്നെ അവിടുന്ന് കൊന്നുള്ളൂ. നാഗമാതാവേ, പകരം എന്റെ ജീവൻ എടുത്തോളൂ. സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. എന്നെ രക്ഷിക്കേണ്ടത് അവന്റെ കടമയാണെന്ന് കരുതിയിട്ടാ ഇങ്ങനെ ചെയ്തത്. ജന്മം നൽകിയ മക്കളെ രക്ഷിക്കേണ്ടത് ഒരമ്മയുടെ കടമയായതുകൊണ്ട് അവന് വേണ്ടി ഞാൻ എന്റെ ജീവൻ തരാം അമ്മേ. എന്റെ ജീവൻ നീ എടുത്തോളൂ, പകരം അവനെ വെറുതെ വിടണേ. അമ്മേ നാഗമാതാവേ, എന്റെ മകനെ ഒന്നും ചെയ്യരുത്. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ അമ്മേ. അർജുനൊന്നും ചെയ്യരുത് അമ്മേ. എന്റെ അനിയനെ ഒന്നും ചെയ്യരുത്. എനിക്ക് നിങ്ങളുടെ ആരുടെയും ജീവൻ വേണ്ട. അർജുന്റെ ജീവൻ മാത്രം മതി. നിനക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് നീ ഇന്ന് രക്ഷപ്പെട്ടു. ഇന്ന് ഗുരുപൗർണമിയാണെന്ന് എന്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. എല്ലാ ഗുരുപൗർണമി ദിവസവും നാഗഗണത്തിൽപ്പെട്ട നമ്മൾ ശിവന് പൂജ ചെയ്ത് അഭിഷേകം ചെയ്യണം. ഈ ഗുരുപൗർണമി ദിവസം ആർക്കും ഒരു ആപത്തും വരുത്താൻ പാടില്ല എന്നുള്ളത് നമ്മുടെ കുലത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് നിന്നെ ഇന്ന് ഞാൻ കൊല്ലാതെ വെറുതെ വിടുന്നു.